ഭാരതത്തിനെതിരായി US ഏർപ്പെടുത്തിയ അധിക താരിഫിന് പിന്നിൽ ട്രംപിന്റെ വൈരാഗ്യമെന്ന വിവരം. ഭാരതം പാകിസ്ഥാൻ സംഘർഷത്തിൽ ട്രംപ് മധ്യസ്ഥത വഹിക്കാൻ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ പാകിസ്ഥാനെതിരായ ഭാരതത്തിന്റെ നിലപാട് കാരണം മധ്യസ്ഥത വഹിക്കാൻ സാധിക്കാതെ പോയി. ഇതിന്റെ വൈരാഗ്യമാണ് അതൃപ്തിക്ക് കാരണമെന്നാണ് വിവരം. സമാധാനത്തിനുള്ള നൊബേൽ നേടുക എന്ന ലക്ഷ്യത്തോടെയാണ് ട്രംപ് വിഷയത്തിൽ ഇടപെടാൻ ശ്രമിച്ചതെന്നാണ് രാജ്യാന്തര ധനകാര്യ സ്ഥാപനമായ ജെഫ്രീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. വിശദാംശങ്ങളുമായി ശ്രീകാന്ത് ചേരുകയാണ്. ശ്രീകാന്ത്, ഇവിടെ അധിക താരിഫ് ഏർപ്പെടുത്താനുള്ള ട്രംപിന്റെ നീക്കത്തിന് പിന്നിൽ ഭാരതത്തോടുള്ള വൈരാഗ്യം, പ്രത്യേകിച്ച് ഒരു സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം ലക്ഷ്യമിട്ട ട്രംപിന് അത് തെന്നിപ്പോവുകയാണ് ചെയ്തത്. അത്തരത്തിലുള്ള ഒരു റിപ്പോർട്ട് തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സുരേഷ്, ഇപ്പോൾ പുറത്തു വരുന്ന കാര്യം, ആ വാർത്ത ശ്രദ്ധിച്ചാൽ ഇന്നത്തെ ഇന്ത്യയുടെ നിലപാടിന് എത്രത്തോളം പ്രസക്തിയുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാവും. കാരണം അമേരിക്ക കണ്ണുരുട്ടിയിട്ടും ഇന്ത്യ വഴങ്ങാതെ തീരുവയ്ക്കെതിരെ ഇപ്പോഴും പൊരുതി നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. അതിനിടയിലാണ് അന്താരാഷ്ട്ര ധനകാര്യ സ്ഥാപനമായ ജെഫ്രീസിൻ്റെ റിപ്പോർട്ട് പുറത്തു വരുന്നത്. അതിൽ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: റഷ്യയിൽ നിന്നും ഇന്ധനം വാങ്ങുന്നതല്ല അമേരിക്കയെ ഈ രീതിയിൽ ചൊടിപ്പിച്ചത് എന്നുള്ളതാണ്. നേരെ മറിച്ച് ഇന്ത്യ പാക് സംഘർഷമാണ് ഈ തീരുവ വർധനവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇന്ത്യക്കെതിരായി ട്രംപിന് വൈരാഗ്യമുണ്ടാകാൻ കാരണം എന്ന് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ട്രംപിൻ്റെ വ്യക്തിവൈരാഗ്യം ട്രംപ് ഈ തീരുവ വർധനവിലൂടെ തീർക്കുകയാണ് എന്നാണ് ജെഫ്രീസ് ചൂണ്ടിക്കാണിക്കുന്നത്. ഈ റഷ്യയിൽ നിന്നും ഇന്ധനം വാങ്ങുന്നതായിരുന്നു പ്രശ്നമെങ്കിൽ ഇതിനു മുൻപേ തന്നെ അമേരിക്കയ്ക്ക് തീരുവ ഏർപ്പെടുത്തലടക്കമുള്ള നടപടികളുമായി മുന്നോട്ട് പോകാമായിരുന്നു. അതായിരുന്നില്ല കാരണം എന്ന് ചൂണ്ടിക്കാട്ടപ്പെടുന്നുണ്ട്. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൽ മധ്യസ്ഥത വഹിക്കാൻ ട്രംപ് ആഗ്രഹിച്ചിരുന്നു എന്നാണ് ജെഫ്രീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇത് നടക്കാതെ പോയതിൽ വ്യക്തിപരമായ അതൃപ്തി അമേരിക്കയ്ക്കുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു കാര്യം ഓർക്കണം, തുടർച്ചയായി ഇന്ത്യ പാക് സംഘർഷം നിർത്താൻ ഇടപെട്ടത് ഞങ്ങളാണ് എന്ന് പറഞ്ഞ് അമേരിക്ക രംഗത്ത് വന്നിരുന്നു. അത് ട്രംപാണ് അത് പലപ്പോഴായി ചൂണ്ടിക്കാണിച്ചിരുന്നത്. പക്ഷേ ആ ഘട്ടത്തിലെല്ലാം തന്നെ ഭാരതം പറഞ്ഞിട്ടുള്ളത് ഒരു ശക്തിയും ഇന്ത്യ പാക് യുദ്ധത്തിൽ അത് നിർത്തുന്നതിന് ഇടപെട്ടിട്ടില്ല. നേരെ മറിച്ച് തങ്ങളോട് അവിടുത്തെ DGMO തലത്തിൽ നടന്ന ചർച്ചയിൽ അവസാനം ഏറ്റവും ഒടുവിൽ പാകിസ്ഥാൻ അഭ്യർത്ഥിച്ച പ്രകാരം ഈ യുദ്ധം നിർത്തുകയാണ് ഉണ്ടായത് എന്നുള്ളതാണ്. ട്രംപ് പരമാവധി ശ്രമിച്ചു നോക്കി അതിൻ്റെ ക്രെഡിറ്റ് എടുക്കാൻ. പക്ഷേ ഇന്ത്യ ഒരു ഇഞ്ച് പോലും പിന്നോട്ട് പോകുന്നില്ല എന്ന് കണ്ടതിനൊടുവിലാണ് വ്യക്തിവൈരാഗ്യം ആണ് ട്രംപിൻ്റേത് എന്ന് ഇപ്പോൾ വിവരം പുറത്തു വരുന്നത്. സമാധാനത്തിനുള്ള നൊബേൽ നേടുക എന്ന ലക്ഷ്യത്തോടെയാണ് ട്രംപ് ഈ വിഷയത്തിൽ ഇടപെടാൻ ശ്രമിച്ചത്. എന്നാൽ ഇന്ത്യയുടെ നിലപാട് കാരണം അത് സാധിക്കാതെ. ശ്രീകാന്ത് പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യയുടെ നിലപാട് സുശക്തമായിരുന്നു. ഒരു മൂന്നാം കക്ഷിയുടെ ഇടപെടൽ ആവശ്യമില്ല, മറ്റൊരു രാജ്യത്തിന്റെ ആവശ്യമില്ല. കാരണം ഭാരതത്തിന് കൃത്യമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയും. അതുതന്നെയാണ് ഭാരതത്തിന്റെ അതിശക്തമായ പ്രത്യാക്രമണത്തിൽ പാകിസ്ഥാൻ തകർന്ന് തരിപ്പണമാവുകയും ഇങ്ങോട്ട് വന്ന് യുദ്ധം നിർത്താൻ അല്ലെങ്കിൽ ആക്രമണം നിർത്താൻ യാചിക്കേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്ക് പാകിസ്ഥാൻ എത്തുകയും ചെയ്തു. പക്ഷേ ഭാരതത്തിൻ്റെ ഈ മേൽക്കോയ്മ, ഭാരതത്തിൻ്റെ ഒരു ശക്തി അത്രത്തോളം അസ്വസ്ഥമാക്കുന്നുണ്ട് അമേരിക്കയെ, പ്രത്യേകിച്ച് ട്രംപിനെ, അല്ലേ? സുരേഷ്, ഇന്ത്യയുടെ ആയുധശക്തിയോ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയോ എന്നതിനപ്പുറം ട്രംപിന് വ്യക്തിപരമായ ചില താല്പര്യങ്ങൾ ഉണ്ടായിരുന്നു ഇതിൽ എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം സമാധാനത്തിനുള്ള നൊബേൽ നേടുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ട്രംപ് പ്രവർത്തിക്കാൻ തുടങ്ങിയത് ഇന്നോ ഇന്നലെയോ അല്ല. അദ്ദേഹം അതിനുവേണ്ടി പല രാജ്യങ്ങളിലെ വിഷയങ്ങളിലും ഇടപെടാറുണ്ട്. ഞാൻ നേരിട്ടിടപെട്ട് സമാധാന ശ്രമങ്ങൾക്ക് പച്ചക്കൊടി കാട്ടുന്നു എന്ന് ചൂണ്ടിക്കാട്ടി അദ്ദേഹം പ്രസ്താവനകൾ നടത്താറുണ്ട്. ചില രാജ്യങ്ങൾ അത് അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയാറുണ്ട്. ഇന്ത്യയുടെ കാര്യത്തിലും പാകിസ്ഥാൻ്റെ കാര്യത്തിലും ഇതേ നിലപാടെടുത്തെങ്കിലും ഇന്ത്യ അത് വിമർശനത്തോടെ തള്ളിക്കളയുന്ന കാഴ്ചകൾ നമുക്ക് കാണാനും സാധിച്ചിരുന്നു. ഏറ്റവും ഒടുവിൽ പ്രധാനമന്ത്രി തന്നെ അക്കാര്യത്തിൽ വ്യക്തത വരുത്തിയിട്ടുമുണ്ട്. ആഭ്യന്തരമന്ത്രി ഇക്കാര്യത്തിൽ സംസാരിച്ചിട്ടുണ്ട്, പ്രതിരോധ മന്ത്രി ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. അതിനാൽ ഒറ്റക്കാര്യം മാത്രം, ട്രംപിൻ്റെ വ്യക്തിപരമായ അതൃപ്തി അത് ഈ തീരുവ വർധനയിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നാണ് ജെഫ്രീസ് വിലയിരുത്തുന്നത്. അത് തന്നെയാണ് ട്രംപിൻ്റെ ആ ഒരു വൈരാഗ്യം തന്നെയാണ് ഇതിൻ്റെ പിന്നിൽ, അധിക താരിഫ് ഏർപ്പെടുന്നതിന് പിന്നിൽ എന്നുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഡൽഹിയിൽ നിന്ന് ശ്രീകാന്താണ് വിശദാംശങ്ങൾ നൽകിയത്.